ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. ലൈവിൽ ഇപ്പോൾ RJ ബെൻസി ബിന്നിയോടൊരു കാര്യം പറഞ്ഞത് ഇതാണ്. അന്ന് അനീഷേട്ടൻ്റെ അവിടെ മലയാളം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്നാൽ താൻ മലയാളം ക്ലാസ് എടുക്കുക എന്ന്. ഞാൻ അത്രയും കോൺഫിഡൻസോടുകൂടി പറയാൻ കാരണം ചില വാക്കിനൊന്നും മലയാളമില്ല. ആര്യനും ജിസേലിനും കടുകട്ടി ഇംഗ്ലീഷ് വാക്കുകൾ അറിയാം, അതിനെയൊന്നും മലയാളം പറയാൻ അയാൾക്ക് പറ്റില്ലായിരുന്നു. അപ്പൊ ആ ഒരു കേസ് പിന്നീട് ഒരിക്കലും ഒരു നോമിനേഷന്റെ സമയത്ത് ഈ സരിക ചേച്ചി എടുത്തിട്ട് പറഞ്ഞത് അനീഷിന് ഞാൻ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു, സഹായിച്ചു എന്നൊക്കെയാണ്. ഞാൻ ഇന്ന് ജയിൽ നോമിനേഷന്റെ സമയത്ത് സരിക ചേച്ചിയുടെ പേര് പറയാൻ അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണം ഇതും കൂടിയാണ്. മെയിൻ റീസൺ അനുമോൾ ആ കരഞ്ഞതാണ്. അനുമോളുടെ സ്വർണ്ണ മോതിരം കൊണ്ടത് എന്റെ നെഞ്ചത്താണ്, എന്നെയാണ് അനു തള്ളിയത്. എന്നിട്ടും ഞാൻ അനുവിന് വേണ്ടി കൈ പൊക്കിയത് എന്റെ ഒരു മാനുഷിക പരിഗണന കൊണ്ടാണ്. എന്നിട്ടും ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്ത് കൈ പൊക്കിയത് ജിസേല് പറഞ്ഞ ആ ഒരു ചപ്പാത്തി കട്ട് തിന്നു എന്നുള്ള ഒരു അലിഗേഷനില് സത്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല എന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ബിൻസി ബിന്നിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി പോയി ശൈത്യ, അനുമോൾ, ആദില നൂറ എന്നിവരുടെ അടുത്ത് പോയി പറയുന്നുണ്ട് അവര് കളിക്കുന്നത് ഗ്രൂപ്പിസമാണ് എന്ന്. അവരെന്ന് പറയുന്നത് ആരാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അക്ബർ അപ്പാനിഷത്ത് ടീമിനെ പറ്റിയാണ് പറയുന്നത്. അതിലിപ്പോ പുതിയ ആഡ് ഓൺസും കൂടി ഉണ്ട്. റെന ഫാത്തിമ, ജിസേല്, ആര്യൻ ഇവരൊക്കെ പുതിയതായിട്ട് ആ ഗ്രൂപ്പിലേക്ക് ചേർന്നതാണ്. ലൈവിൽ നിന്ന് ബിൻസിയെ പരമാവധി ട്രിഗർ ചെയ്ത് ഫയർ ചെയ്ത് ക്ഷമയെ പരീക്ഷിക്കുന്ന ലെവലില് നിർത്തി വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു അക്ബറും സരികയും അപ്പാനിഷത്തും ഒക്കെ. അത് എപ്പിസോഡിൽ എത്രമാത്രം കാണിക്കും എന്നൊന്നും അറിയില്ല. അതിൽ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുകയായിരുന്നു RJ ബെൻസി. അനുമോളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം പറഞ്ഞ് എല്ലാവരും വട്ടം കൂടി നിന്ന് ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇതൊക്കെയായിരുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.